വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെ വിശേഷം? എല്ലാവരും നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിരിക്കും വിശ്വസിക്കുന്നു. ഇന്നലെ വാസ് ശനിയാഴ്ച, ഇന്ന് ഞായറാഴ്ച. ഇന്നലെ വി വെന്റ് ടു 1 ഓണം, ഇന്ന് വി ആർ ഗോയിങ് ടു അവർ 2nd ഓണം ഓഫ് ദ ഇയർ. ഓക്കെ, സമയം 10:30 ഓൾറെഡി ലേറ്റായി. ഞാനിവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല, ആകെ മോയ്സ്ചറൈസർ തേച്ച് വെച്ചിട്ടേ ഉള്ളൂ മുഖത്ത്. സോ നീഡ് ടു ഗെറ്റ് റെഡി. ഇന്നും സെറ്റ് സാരി അല്ല ഇപ്രാവശ്യം എന്താ സംഭവിച്ചു, അല്ലാണ്ട് എല്ലാ പ്രാവശ്യവും ഞാൻ നാട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് കുറേ സെറ്റ് സാരിയും കാര്യങ്ങളും കൊണ്ടുവരും. സെറ്റ് സാരി മറ്റു സാരീസൊക്കെ എടുത്തിട്ട് വരും. ആക്ച്വലി സെറ്റായിട്ട് ഞാൻ വരും. ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ സെറ്റായിട്ട് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. സോ ഐ ഡോണ്ട് ഹാവ് സെറ്റ് സാരീസ് എക്സെപ്റ്റ് ദ വൺസ് കഴിഞ്ഞ കൊല്ലം കൊടുത്തത് പിന്നെയും സെയിം ഓണത്തിന്, അതായത് സെയിം ഇതിൽ പോകുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ എന്നിട്ട് അതുകൊണ്ട് ഞാൻ വേറൊരു സാധാരണ ഒരു സാരിയാണ് കൊടുക്കുന്നത്. ഇന്നലെയും അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെ. ദാറ്റ്സ് ഓക്കെ. അതൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അശ്വത ഉണ്ട് ഇവിടെ, പക്ഷേ അശ്വത ഇസ് നോട്ട് കമ്മിങ് ഫോർ ദ ഇത്. അവർക്ക് എന്തൊക്കെ പണിയുണ്ടെന്ന് പറഞ്ഞു. ചിണ്ടൂട്ടി ഉണ്ട് ഇവിടെ. എടാ എൻ്റെ ഒറ്റ കയ്യെ ഫ്രീ ഉള്ളൂ, മറ്റേ കയ്യിൽ ക്യാമറയുണ്ട്. അശ്വത അങ്ങനെയല്ല കെട്ടിത്തരണ്ട, അശ്വത കെട്ടിത്തരും. അപ്പം ഞാനിവിടെ പറഞ്ഞു നിർത്തിയത്. വേറെന്നാ കുപ്പായുള്ളേ? മറ്റേ സാറ് ഇന്നലെ ഇട്ട്, ഇത് ഇതുവരെ ഉദയം ഇട്ടിട്ടില്ല. എപ്പോഴാണ് ഓണത്തിന് യൂണിഫോം ഇട്ട്? കഴിഞ്ഞ ഓണത്തിന് എടാ ഇത് ഈ കൊല്ലം കൂടി ഇടാൻ പറ്റൂലോ. കഴിഞ്ഞ എൻ്റെ കേരളത്തിന് സിദ്ധി ഇതാട്ടെ. കഴിഞ്ഞ കൊല്ലം ഇത് കൊണ്ടതേ പൊടയടൂ. എടാ ഇത് കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചോണ്ടതല്ലേ? കഴിഞ്ഞ കൊല്ലം ഇത് വാങ്ങിച്ചേ. ഇവളിത് 2 വട്ടം ഇട്ടേ. ഒരിക്കൽ നാട്ടിൽ നിന്ന് ലേഖന കുത്തൻ്റെ വീട്ടിൽ കൂടലിനും പിന്നെ ഇതും. Sorry guys, there has been an argument between me and Ashwada regarding what to wear. സിദ്ദിഖ് എന്തിട്ട് കൊടുക്കണം എന്നുള്ളതിൽ. കാരണം സിദ്ദിഖ് വെച്ചാൽ ദ പ്രോബ്ലം വെച്ചാൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് നീളം വെക്കുന്ന സമയത്ത് ഈ നാട്ടിലല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ കുപ്പായം ഇവിടെ ഇങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് മിക്കത് വാങ്ങിക്കില്ല. വരുമ്പോൾ ഇങ്ങനെ ഒരു 2-3 വാങ്ങിക്കും. ഇപ്പോൾ ഇപ്രാവശ്യം വാങ്ങിക്കാത്തതുകൊണ്ട് വി ഡു ഹാവ് കുപ്പായംസ്, ബട്ട് ഇറ്റ്സ് ഓൾ മുട്ടോളം വരെയുള്ള കുപ്പായം. ഞാൻ ആക്ച്വലി ഇന്നലത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ് ടൈറ്റിൽസ് എടുക്കണ്ട, സബ് ടൈറ്റിൽസ് ഒഴിവാക്കിക്കോ എന്ന്. ബട്ട് വാട്ട് ഐ എം തിങ്കിങ് ഇസ് ദാറ്റ് ചില സമയത്ത് എൻ്റെ തനി കണ്ണൂർ ഭാഷയാണ്, ചില സമയത്ത് ഞാൻ സ്പീഡിൽ സംസാരിക്കുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലാവുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ ആക്ച്വലി സബ് ടൈറ്റിൽസ് ഇടുന്നത്. പക്ഷേ സബ് ടൈറ്റിൽസ് അനോയിങ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ഒന്ന് എനിക്ക് ഇതിൽ പറയണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഈസി ഫോർ മീ ആസ് വെൽ, സബ് ടൈറ്റിൽസ് പിന്നെ ഇടണ്ടല്ലോ. Okay, അപ്പോൾ ഞാൻ പോയിട്ട് ഗെറ്റ് റെഡി ചെയ്യട്ടെ, സമയമില്ല. So guys, now we're getting ready. That's Mama's look. Ashad. വീഡിയോ എടുക്കാനുള്ള അധികം സമയം ഉണ്ടായില്ല. ലുക്ക് അറ്റ് മീ, ഐ ലൈക്ക് മീ ടുഡേ ആക്ച്വലി. രസമല്ലേ? മുടിയൊക്കെ അയച്ചിട്ട് മുടിയിലൊന്നും അല്ലാണ്ട് ഞാൻ എന്നും മുടിയൊക്കെ ഉണ്ടകെട്ടി പുല്ലപ്പൂക്കെ വെച്ചിട്ടാണ് പോകുക കേട്ടോ. പിന്നെന്ന് വെച്ചാൽ വണ്ണം വെച്ചുകൊണ്ട് മുഖമൊക്കെ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്. സോ ഇനി മുഖം ഉണ്ടയും കൂടി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാകുമ്പോൾ ഫ്രെയിമിങ് ആണല്ലോ ഫേസിന്. സോ ഐ തോട്ട് ഐ ഗോ ലൈക്ക് ദിസ്. അങ്ങനെയൊക്കെ നമ്മളിത് ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. 12 മണി സമയത്ത് 12:30 ആയിരിക്കും. 12:30 ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. അവിടെ എല്ലാം തുടങ്ങുന്നേ ഉള്ളൂ എന്നുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടിയായിരുന്നു. സോ ദാറ്റ്സ് ഫൈൻ. Start calling up our special crowded ആവുന്നുണ്ട്. അപ്പം ഈ പെർഫോമൻസിന്റെ ആ ഒരു വൈബ്, ആ ഒരു മൂഡ് നിങ്ങൾ വിടണ്ട. ചോറ് ഫുൾ പോയിട്ടില്ല. ഞാൻ കുറച്ച് ചോറ് ബാക്കി വെച്ചു. ചോറ് കുറച്ച് അധികമായി പോയി. അത് പിന്നെ മാത്രമല്ല അയ്യോ പായസം ഇൻ ബീട്രൂട്ട് പച്ചടി. ദാറ്റ്സ് ഓക്കെ, യു ക്യാൻ ഹാവ് ഇറ്റ്, ഇറ്റ്സ് ഓക്കെ. സദ്യ നല്ലതാണോ? നമ്മൾ കണ്ണൂർക്കാരുടെ പായസത്തിൽ കണ്ണൂർക്കാരുടെ സദ്യയിൽ ഈ പഴം മിക്സ്ഡ് വിത്ത് സംഭവം ഇല്ല ഗൈസ്. പക്ഷേ ഞാനത് ഇങ്ങനെ ഇവിടേക്ക് വന്നപ്പോൾ പഠിച്ചത് പഴം മിക്സ് ചെയ്തിട്ട് അത് കഴിക്കും. ഓക്കെ.
എന്ന പാട്ടിന്റെ താളത്തിൽ സദൻ ആൻഡ് ടീം അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ് ഉടൻ ആരംഭിക്കാം. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ അങ്കിത ചേച്ചിയുടെ വ്ളോഗ് ടേക്ക് ഓവർ ചെയ്യുവാണ്. പുള്ളിക്കാരിയാണ് അവിടെ അപ്സരസിനെ പോലെ കിടന്ന് ഇളകുന്നത്. ഈ ചെറുക്കൻ്റെ തല എടുക്കണം എന്നൊരാഗ്രഹം. അപ്പൊ നമ്മളെ കൂടെ നിൽക്കാന്ന് പറഞ്ഞു. ഇല്ല, അവക്ക് വീഡിയോ എടുക്കാൻ അറിയത്തില്ല, ഫോട്ടോ എടുക്കണം. ഞങ്ങളുടെ പട്ടണത്തിൽ ഫോട്ടോ ഇതൊന്നുമില്ല പറയടി. ഗായ്സ്, ഇവിടെ വലിയൊരു ഫോട്ടോഷൂട്ടാണ് നടക്കണേ. ദൈവമേ, മാറി കയറുക. എന്റെ അമ്മേ, ഇതിന്റെ പ്രേതപ്പടത്തിൽ സൺലൈറ്റ് അടിച്ചിട്ട് കാണാണ്ടായി. നീ വെറുതെ അടിച്ചിട്ട് ചവിട്ടി കൂട്ടി ഫോട്ടോ ഒക്കെ ഇതിലെടുത്തത് രസമുണ്ടാവും മിക്കാറ്. ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ടയർഡ് ആയതുകൊണ്ട് ഗൈസ് ഞാൻ ഔട്ടർ ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഔട്ടർ ചെയ്യുന്നത്, ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് കേട്ടോ.